സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 16. ജയശ്രീയും മക്കളും കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാണ് ഗൗരീദാസൻ ഇറങ്ങിയത്. അയാളുടെ വലത് ചെവിയിൽ ഒരു ബാൻഡേജ്, കവിളിൽ അവിടെ ബാൻഡേഡ് ഒട്ടിച്ചിരിക്കുന്നു. ജാനകിയമ്മ വേഗം അവർക്കരികിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതെന്തു പറ്റിയതാ ദാസ? അയാൾ ജയശ്രീയെ നോക്കി. ചെറിയൊരു ആക്സിഡൻറ്റ്, അത്രയേ ഉള്ളൂ, ഗൗരീദാസൻ പറഞ്ഞു. അയാൾ സിറ്റൗട്ടിലേക്ക് കയറിപ്പോയി. എവിടെ വെച്ചായിരുന്നു ആക്സിഡൻറ്റ്? ജാനകിയമ്മ ജയശ്രീയോട് ചോദിച്ചു. അത് പറയാതിരിക്കുക ഭേദം, ജയശ്രീ അമർഷത്തോടെ മുറുമുറുത്തു. മീനാക്ഷി അവിടെ തനിച്ചേ ഉള്ളോ? പോരെ, 4-5 പേരെ വിളിച്ച് കാവലിരുത്തണോ? എന്നാലും രാത്രിയിൽ ഒരു വീട്ടിൽ ഒരു പെണ്ണ് തനിയെ. എന്നാൽ അമ്മ അങ്ങോട്ട് ചെല്ല്. ഭർത്താവിനോടുള്ള കോപവും പകയും അടങ്ങാതെ ജയശ്രീ അമ്മയുടെ നേർക്ക് തട്ടിക്കയറി. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ജയശ്രീ അമ്മയെ തറപ്പിച്ചൊന്ന് നോക്കിയ ശേഷം ശ്രീനിവാസൻ്റെ സിറ്റൗട്ടിലേക്ക് കയറിപ്പോയി. ജാനകിയമ്മ ജയശ്രീയുടെ കുട്ടികളെ പഴയ കെട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. മാധവിയമ്മയും അവർക്ക് ചുറ്റും കുറേ ബന്ധുജനങ്ങളും അവിടെയുണ്ടായിരുന്നു. ഇന്ദിര ചുറ്റി തിരിഞ്ഞ് സുപ്രിയയുടെ അടുത്തേക്ക് പോയി. ഇളയവൾ രേഷ്മ തനിക്കിണങ്ങുന്ന കൂട്ടുകാർ ബന്ധുജനങ്ങൾക്കിടയിലുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഒറ്റപ്പെട്ട പോലെ നിന്നു. നിങ്ങൾ എന്തിയെ നേരത്തെ വരാഞ്ഞത്? ജാനകിയമ്മ അവളോട് ചോദിച്ചു. അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയിട്ടാണോ? ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പേ പോന്നതായിരുന്നു മുത്തശ്ശി. അമ്മ ജൂവൽസ് എടുക്കാൻ മറന്നുകൊണ്ട് തിരിച്ചു പോയതാ, രേഷ്മ പറഞ്ഞു. എവിടെ വന്നിട്ടാ തിരിച്ചു പോയത്? റെയിൽവേ ഗേറ്റ് വരെ വന്നായിരുന്നു. അപ്പോഴല്ലേ അച്ഛന് ആക്സിഡൻറ്റ്. അച്ഛൻ നിങ്ങളുടെ കൂടെ കാറിലില്ലായിരുന്നോ? പിന്നെ എങ്ങനെയാ ബൈക്കേന്ന് വീഴുന്നേ? ഓ, ഈ മുത്തശ്ശിയുടെ കാര്യം. ഞങ്ങൾ ആദ്യം വീട്ടിൽ നിന്ന് പോരുമ്പോൾ അച്ഛനില്ലായിരുന്നു ഞങ്ങളുടെ കൂടെ. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണ് അച്ഛനെ കണ്ടേ. നിങ്ങളെ പറഞ്ഞയച്ചിട്ട് അച്ഛൻ വീട്ടിലിരിക്കുകയായിരുന്നോ? അച്ഛൻ അന്നേരം ആഫീസിൽ നിന്ന് വന്നതാ. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാണോ അച്ഛൻ വന്നത്? അല്ല മുത്തശ്ശി, ഞങ്ങൾ ചെന്നപ്പോൾ അച്ഛൻ കയ്യേലും മുഖത്തും ചെവിയിലും ഒക്കെ ചോരയായിട്ട് വന്ന് കാറിൽ കയറി. അമ്മയാ ഞങ്ങളോട് പറഞ്ഞത് ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന്. ജാനകിയമ്മയുടെ നെറ്റി ചുളിഞ്ഞു. ആകെ ഒരു പൊരുത്തക്കേട്. സന്ധ്യയ്ക്ക് മുമ്പേ പുറപ്പെട്ട ജയശ്രീയും കുട്ടികളും തിരികെ പോവുക. അവർ വീട്ടിൽ നിന്ന് പോരുന്നത് വരെ അവിടെ ഇല്ലാതിരുന്ന ഗൗരീദാസൻ അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുക. മുഖത്ത് പരിക്കും ചോരയുമായി വന്ന് കാറിൽ കയറുക. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ആക്സിഡൻ്റ് ഉണ്ടായതെങ്കിൽ ഗൗരീദാസിന് നേരെ ഹോസ്പിറ്റലിൽ പോയാൽ മതി. വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. വീട്ടിനടുത്ത് വെച്ചാണ് ആക്സിഡൻ്റ് ഉണ്ടായതെങ്കിൽ ആരെങ്കിലും സഹായത്തിന് ഓടിയെത്തേണ്ടതാണ്. ചോരയൊഴുക്ക് പോലും നിലച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സംഭവം നടന്നിട്ട് നിമിഷങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് വ്യക്തം. മീനാക്ഷി ഇല്ലായിരുന്നോ വീട്ടിൽ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പം? ജാനകിയമ്മ ചോദിച്ചു. ഞങ്ങൾ കാറിലിരുന്നതേയുള്ളൂ മുത്തശ്ശി. കാർ അകത്ത് കയറ്റാതെ ഗേറ്റിന് മുമ്പിലിട്ടിട്ട് അമ്മ ഇറങ്ങിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്ന് കാറിൽ കയറി, പുറകെ അമ്മയും. എന്നിട്ടാണോ ഹോസ്പിറ്റലിലോട്ട് പോയത് അല്ലേ? നിങ്ങൾ അച്ഛനോട് ചോദിച്ചില്ലേ എവിടെ വെച്ചായിരുന്നു ആക്സിഡൻറ്റ്, ബൈക്കിന് വല്ലതും പറ്റിയോ എന്നൊക്കെ? അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, അതുകൊണ്ടൊന്നും ചോദിച്ചില്ല. അപ്പോഴേക്ക് ഇന്ദിര അങ്ങോട്ട് വന്നു. രേഷ്മയെ, നിന്നെ അമ്മ വിളിക്കുന്നു. രേഷ്മ വേഗം ശ്രീനിവാസൻ്റെ സിറ്റൗട്ടിലേക്ക് പോയി. ജാനകി അമ്മയും അങ്ങോട്ട് തന്നെ പോയി. അവർ സിറ്റൗട്ടിലും വീട്ടിനുള്ളിലും എല്ലാം ജയശ്രീയെ നോക്കി. കാണാനില്ല. ഗൗരീദാസൻ തനിച്ച് ഒരു കസേരയിൽ ഇരിപ്പുണ്ട്. വീട്ടിലോട്ട് വരണ വഴിക്കായിരുന്നു ആക്സിഡൻറ്റ്? ജാനകിയമ്മ ചോദിച്ചു. മയക്കം ഞെട്ടിയതുപോലെ അയാൾ കണ്ണുമിഴിച്ച് അവരെ നോക്കി. ആ അതെ. ഓഫീസിനടുത്ത് വെച്ചായിരുന്നോ അതോ മെയിൻ റോഡിൽ വെച്ചായിരുന്നോ? മെയിൻ റോഡിലോട്ട് കയറുന്നിടത്ത് വെച്ച് വണ്ടി സ്കിഡ് ചെയ്തതാ. പിന്നെയും ദാസൻ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോന്നോ വീട് വരെ? ആ അതെ. വണ്ടിക്കൊന്നും പറ്റിയില്ലേ? ഓ, കുറച്ച് പെയിൻ്റ് ഇളകി, അത് സാരമില്ല. ദാസൻ അന്നേരം തന്നെ നേരെ ആശുപത്രിയിലോട്ട് പോയിക്കൂടായിരുന്നോ? എന്തിനാ വീട്ടിലോട്ട് വന്നേ? അതല്ലേ അത്രയും ചോര പോയത്. ചെറുവേ മുറിവേ ഉള്ളെന്ന് ആദ്യം വിചാരിച്ചേ. ജയയെ കൊണ്ട് ഡ്രസ്സ് ചെയ്യിച്ചാൽ മതിയല്ലോ എന്നും കരുതി. വീട്ടിലുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ജയ ഇങ്ങോട്ട് പുറപ്പെടുകയാണെന്ന് ആഫീസിലോട്ട് വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ? ആ അത് ശരിയാ. അന്നേരത്തെ വെപ്രാളത്തിന് ഞാനതെല്ലാം മറന്നു. അയാൾ വിക്കി. ജാനകിയമ്മ ശ്രീനിവാസനും ചന്ദ്രബാബുവും എവിടെയെന്ന് നോക്കി അവിടെ ചുറ്റി തിരിഞ്ഞു. മുകളിൽ രഘുവരൻ്റെ മുറിയിലായിരുന്നു അവർ. അത് ശരി, അങ്ങനെയാണ് കാര്യങ്ങൾ. ശ്രീനിവാസൻ ആലോചനയോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അവളെ കൊല്ലാനാ എനിക്ക് തോന്നിയത്. ശ്രീനിയേട്ടനെ ഓർത്തു മാത്രം ഞാൻ ക്ഷമിച്ചേ. ജയശ്രീ അടങ്ങാത്ത രോക്ഷത്തോടെ പറഞ്ഞു. നീ വിഷമിക്കാനൊന്നുമില്ലടി, ഒന്നും സംഭവിച്ചു കാണില്ല. ചന്ദ്രബാബു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആർക്കറിയാം, ഞാൻ കണ്ടതല്ലേ അവളുടെ നിൽപ്പ്. ബ്ലൗസൊക്കെ കീറിപ്പറഞ്ഞ് ഹാഫ് സാരിയൊക്കെ അഴിഞ്ഞ് കോപവും സങ്കടവും കൊണ്ട് ജയശ്രീക്ക് കരച്ചിൽ വന്നു. അവൾ സമ്മതിച്ചില്ലെന്നുള്ളതിൻ്റെ തെളിവല്ലേടി അവൻ്റെ ചെവിക്ക് പറ്റിയ മുറിവും മുഖത്തെ പരിക്കുമെല്ലാം, ശ്രീനിവാസൻ പറഞ്ഞു. എനിക്കിനി ജീവിക്കണമെന്ന് പോലുമില്ല. ഇതിനാണല്ലോ നിങ്ങളെല്ലാം കൂടി അവളെ എൻ്റെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവന്ന് തള്ളിയത്.
ജയശ്രീ കണ്ണീരോടെ പറഞ്ഞു. ഇന്ന് രാത്രിയോടെ തീരുമല്ല അവളുടെ ശല്യം. നീ ക്ഷമിക്ക്. ഇതെനിക്ക് മരണം വരെ ക്ഷമിക്കാനും മറക്കാനും പറ്റുമോ ശ്രീനേട്ടാ? എൻ്റെ ഭർത്താവും മറ്റൊരുത്തിയുടെ കൂടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേടി? ചന്ദ്രബാബുവിന് ദേഷ്യം വന്നു. സംഭവിച്ചിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? സംഭവിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഭർത്താവ് ഇതിന് തുനിഞ്ഞിറങ്ങിയില്ലേ? അത് ഓർക്കുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ആരാ കാരണം? നിങ്ങളൊക്കെ തന്നെയാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ആ താക്കോല് രഘുവിൻ്റെ കയ്യിലോട്ട് കൊടുക്ക്. ഭൈരവൻ ഇപ്പം തന്നെ തൃപ്പാളൂരെത്തും. ജയശ്രീ കയ്യിലിരുന്ന താക്കോൽ കൂട്ടം രഘുവരൻ്റെ നേർക്ക് നീട്ടി. അവളെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ശ്രീനിവാസൻ ചോദിച്ചു. അതെ, ജയശ്രീ പറഞ്ഞു. ചാടിപ്പോകാൻ അവൾക്ക് വേറെ വാതിലൊന്നും ഇല്ലല്ലോ. ബെഡ്റൂമിലാണ് പൂട്ടിയിരിക്കുന്നത്. കാറിക്കരഞ്ഞ് നാട്ടുകാരെ വിളിച്ച് കൂട്ടും അവള്. അതിന് അവൾക്കറിയില്ലല്ലോ ഭൈരവന് കൊടുക്കാൻ വേണ്ടി അവളെ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന്. രഘു, നീ ഒറ്റയ്ക്ക് പോകണ്ട, ദാസനെ കൂടി വിളിച്ചോണ്ട് പൊയ്ക്കോ. അതെന്തിനാ? ജയശ്രീ ചോദിച്ചു. അവനൊരു കൂട്ടിയിരിക്കട്ടെ. ഇവിടെ മുഖത്ത് ബാൻഡേജും ഇട്ടിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ? വരുന്നവരുടെയും പോകുന്നവരുടെയും ചോദ്യത്തിന് സമാധാനം പറയണ്ടല്ലോ. അത് ശരിയാണെന്ന് ജയശ്രീക്കും തോന്നി. എന്നാലും അവളുടെ മുന്നിലോട്ടാണല്ലോ ചെല്ലുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് രഘു അല്ലേടി കൂടെയുള്ളത്. അവനുള്ളപ്പോൾ ദാസൻ വാലും ചുരുട്ടി അടങ്ങിയിരിക്കത്തേ അല്ലേ ഉള്ളൂ. ജയശ്രീ മൗനസമ്മതത്തോടെ നിന്നു. രഘു, എന്നാൽ ഉടനെ പുറപ്പെട്ടോ. അമ്മ അറിയാതെ ഒതുക്കത്തിൽ വേണം പോകാൻ. ആദ്യം ഭൈരവൻ്റെ കയ്യിൽ നിന്ന് പണം എണ്ണി വാങ്ങണം, എന്നിട്ടേ അവളെ വിട്ടുകൊടുക്കാവൂ, ചന്ദ്രബാബു നിർദ്ദേശിച്ചു. വല്ല കുഴപ്പം ഉണ്ടാവുമോ? അതാ എൻ്റെ പേടി, രഘുവരൻ സംശയിച്ചു. എന്തു കുഴപ്പം? വീട്ടിനകത്ത് വെച്ച് തന്നെ അവളുടെ കയ്യും കാലും വായും കെട്ടിയേക്കണം. എന്നിട്ടേ പുറത്തേക്ക് കൊണ്ടുവരാവൂ. പൂമുഖത്തെ ലൈറ്റും കൂടി കെടുത്തിയേക്കണം. പിന്നെ ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം തന്നെ ഇങ്ങോട്ട് വിളിച്ച് അറിയിച്ചേക്കണം, ശ്രീനിവാസൻ പറഞ്ഞു. ചന്ദ്രബാബു ചെന്ന് വാതിൽ തുറന്നു. വാതിലിനപ്പുറത്ത് അമ്മ. ചന്ദ്രബാബു ഞെട്ടിപ്പോയി. എന്താ അമ്മേ? നിങ്ങളെല്ലാവരും കൂടി ഇവിടെ എന്താ മുറിയടച്ചിരുന്നോണ്ട്? ജാനകിയമ്മ സംശയത്തോടെ ചന്ദ്രബാബുവിനെ നോക്കി. അത് പിന്നെ ഞങ്ങൾ ജയോട് ആക്സിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയായിരുന്നു. ചന്ദ്രബാബു വിക്കി. അത് ദാസനോട് ചോദിച്ചാൽ പോരെ? അവൻ താഴെ വെറുതെ ഇരിപ്പുണ്ടല്ലോ. ജാനകിയമ്മ ഓരോരുത്തരെയും മാറി മാറി നോക്കി. എല്ലാ മുഖങ്ങളിലും ഒരു കള്ളത്തരത്തിൻ്റെ ലാഞ്ചനയുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ ആരെ അന്വേഷിച്ചു വന്നതാ? ശ്രീനിവാസൻ ചോദിച്ചു. ജയമോളെ, അവൾ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. നീ താഴേക്ക് വാടി. ഞാൻ വന്നേക്കാം, ജയശ്രീ പരുഷസ്വരത്തിൽ പറഞ്ഞു. ജാനകിയമ്മ താഴേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് സ്റ്റാർട്ടാവുന്ന ഒച്ച അവർ കേട്ടു. വരാന്തിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴേക്കും ജീപ്പ് റോഡിലിറങ്ങി മറഞ്ഞു കഴിഞ്ഞിരുന്നു. അതാരാടിയാ പോയത്? സിറ്റൗട്ടിലിരുന്ന് ഇന്ദിരയോട് ജാനകിയമ്മ ചോദിച്ചു. രഘുവെങ്കിലും അച്ഛനും കൂടെയാ അവൾ പറഞ്ഞു. ജാനകിയമ്മ അസ്വസ്ഥയായി. താൻ അറിയാതെ എന്തോ ഒരു ഒളിച്ചുകളി നടക്കുന്നുണ്ടെന്ന തോന്നൽ. പന്തലിൽ ഊണ് കഴിച്ചുകൊണ്ടിരുന്ന ജയശ്രീയോട് ജാനകിയമ്മ ചോദിച്ചു. ദാസൻ എവിടെ പോയതാ? രഘു വിളിച്ചുകൊണ്ട് പോയതാ. ടൗണിലോട്ടായിരിക്കും. എന്തിന്? സ്മോൾ അടിക്കാനായിരിക്കും, അല്ലാതെന്തിനാ? ആ മറുപടി ജാനകിയമ്മയെ ഏറെക്കുറെ തൃപ്തിയാക്കി. അവർ തൻ്റെ മുറിയിലേക്ക് പോന്നു. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയാൽ അവർ ടെലിഫോൺ റിസീവർ എടുത്ത് ജയശ്രീയുടെ വീട്ടിലേക്കുള്ള നമ്പർ ഡയൽ ചെയ്തു. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. മീനാക്ഷി അവിടെ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കേണ്ടതാണല്ലോ എന്നവർ ചിന്തിച്ചു. മുറിയിലൂടെ 2 ചാൽ നടന്നു. പിന്നെ വരാന്തയിൽ ഇറങ്ങി ഗോപിനാഥൻ എവിടെ എന്ന് നോക്കി. മുറ്റത്തെ പന്തലിൽ ഊണ് കഴിക്കാനിരിക്കുന്നവർക്ക് വിളമ്പിക്കൊടുക്കുകയാണ്. ഗോപി, ജാനകിയമ്മ വിളിച്ചു. ഗോപിനാഥൻ സാമ്പാർ ബക്കറ്റ് ഇടത് കൈയിലും സ്റ്റീൽ തവി വലം കൈയിലും പിടിച്ചുകൊണ്ട് നിന്ന് ജാനകിയമ്മയെ നോക്കി. ഇങ്ങു വാ, അവർ കൈ മാടി വിളിച്ചു. 2 പേർക്ക് കൂടി സാമ്പാർ വിളമ്പിയ ശേഷം ബക്കറ്റിൽ തവിയിട്ട് ഒന്നിളക്കി മേശപ്പുറത്ത് വെച്ചിട്ട് ഗോപിനാഥൻ ജാനകിയമ്മയുടെ അരികെ ചെന്നു. അവർ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി. ഗോപിനാഥൻ അവരെ അനുഗമിച്ചു. 2 പേർക്ക് കൂടി സാമ്പാർ വിളമ്പിയ ശേഷം ബക്കറ്റിൽ തവിയിട്ടൊന്നിളക്കി മേശപ്പുറത്ത് വെച്ചിട്ട് ഗോപിനാഥൻ ജാനകിയമ്മയുടെ അരികെ ചെന്നു. അവർ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി. ഗോപിനാഥൻ അവരെ അനുഗമിച്ചു. വാതിൽ ചാരിയിട്ട് ജാനകിയമ്മ ആശങ്കയോടെ ഗോപിനാഥനെ നോക്കി. എന്താ ചേച്ചി? മീനാക്ഷി ഒറ്റയ്ക്കാ ഗോപി ജയയുടെ വീട്ടിൽ. അതിനെന്താ? ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവൾ അവിടെ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കേണ്ടതാണല്ലോ. ഫോൺ ഹാൾട്ടായിരിക്കും ചേച്ചി. 6 മണിക്ക് ഞാൻ ജയമോളെ വിളിച്ചപ്പോൾ ഒരു കുഴപ്പം ഫോണിനില്ലായിരുന്നു. നമ്മുടെ ടെലികോം വകുപ്പല്ലേ ചേച്ചി, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡെഡാകും. ഇതങ്ങനെയല്ല ഗോപി, എന്തൊക്കെയോ ചില കള്ളത്തരങ്ങൾ. ജാനകിയമ്മ തനിക്ക് തോന്നിയ അശുഭ സൂചനകളെപ്പറ്റിയും അതിൻ്റെ കാരണങ്ങളെപ്പറ്റിയും ഗോപിനാഥനോട് വിശദീകരിച്ചു.
എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോപിനാഥനും ചിന്താക്കുഴപ്പത്തിലായി. നീലമാരുതി ഓമ്നി ഗൗരീദാസൻ്റെ വീട്ടുമുമ്പിൽ സാവധാനം വന്നു നിന്നു. ഭൈരവൻ കൈത്തണ്ട ഉയർത്തി വാച്ചിൽ നോക്കി. മണി 9:40. കറുത്ത ഗ്ലാസ് താഴ്ത്തി അയാൾ ഗൗരീദാസൻ്റെ വീടിന് നേർക്ക് നോക്കി. ആരെയും കാണാനില്ല. സിറ്റൗട്ടിലും പോർച്ചിലും വെളിച്ചമുണ്ട്. പോർച്ചിലൊരു ബൈക്കിരിക്കുന്നു. ഭൈരവൻ സെൽവണ്ണിൻ്റെ മൊബൈലെടുത്ത് ശ്രീനിവാസൻ്റെ നമ്പർ ഡയൽ ചെയ്തു. 2 ബെല്ലടിച്ചപ്പോഴേ അപ്പുറത്ത് ഫോൺ എടുത്തു. ഹലോ ശ്രീനിയ, ഞാൻ ഭൈരവൻ. നിങ്ങൾ ഫോണിനടുത്ത് തന്നെയാണോ ഇരിപ്പ്? ഈ സമയത്ത് വേറെ ആരും ഫോൺ അറ്റൻഡ് ചെയ്യാതെ പ്രത്യേകം കരുതണമല്ലോ. നിങ്ങൾ പറഞ്ഞ വീടിന് മുമ്പിൽ ഞങ്ങളെത്തി. അവിടെ ആരെയും കാണാനില്ല. അവിടെ ഇപ്പോൾ മീനാക്ഷി മാത്രമേ ഉള്ളൂ. എൻ്റെ ആൾക്കാർ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. താമസിയാതെ അവിടെ എത്തും. മീനാക്ഷി മാത്രമാ? അവളെ പൂട്ടിയിട്ടിരിക്കുക. ഞങ്ങൾ വരാതെ നിങ്ങൾക്ക് അവളെ കാണാൻ പോലും പറ്റില്ല. ശരി ശരി, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ വണ്ടി വെള്ളിയിലിടണ്ട. ആളുകൾക്ക് സംശയം തോന്നും. ഗേറ്റിനകത്തോട്ട് കയറ്റി തിരിച്ചിട്ടോ. ഓക്കേ. ഭൈരവൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഡ്രൈവർ ഇറങ്ങി ചാരിയിട്ടിരുന്ന ഗേറ്റ് തുറന്നു. അതിനുശേഷം വണ്ടി റിവേഴ്സ് എടുത്ത് പോർച്ചിനരികിലേക്ക് കയറ്റി. ഗേറ്റ് പഴയതുപോലെ അടയ്ക്കുകയും ചെയ്തു. ഭൈരവന് ഇരിപ്പുറയ്ക്കാൻ അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി വീടിന് ചുറ്റും ഒരു വലം നടന്നു. എവിടെ ഏത് മുറിയിലാണ് മീനാക്ഷിയെ പൂട്ടിയിരിക്കുന്നതെന്ന് അയാൾക്കറിയില്ല. ചില ജനൽപ്പാളികൾക്കിടയിലൂടെ അയാൾ അകത്തേക്ക് നോക്കി. ആരെയും കാണാനില്ല. ഒരു ശബ്ദവും കേൾക്കാനില്ല. ജനാലയുടെ വെന്റിലേഷനുകളിലൂടെ എത്തി നോക്കണമെന്നുണ്ടായിരുന്നു അയാൾക്ക്. ആരെങ്കിലും കണ്ട് കള്ളനെന്ന് സംശയിച്ചെങ്കിലോ എന്ന് കരുതി അയാൾ പിന്മാറി. 10 മണി കഴിഞ്ഞു. വീണ്ടും 10 മിനിറ്റ് കൂടി. ഒരു ജീപ്പ് വന്ന് ഗേറ്റിന് മുന്നിൽ നിന്നു. രഘുവരനും ഗൗരീദാസനും കൂടി ജീപ്പിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്നു. ഭൈരവൻ വാനിൻ്റെ ഡോറിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. നിങ്ങളെപ്പോൾ വന്നു? രഘുവരൻ ചോദിച്ചു. 1/2 മണിക്കൂറായി. പണം കൊണ്ടുവന്നോ? ഉരുപ്പടി അകത്തുണ്ട്. പണമുണ്ട് കയ്യിൽ. ദാ. പള്ള വീർത്ത ചെറിയ ഹാൻഡ് ബാഗിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ഭൈരവൻ പറഞ്ഞു. തന്നേക്ക്. ചരക്കെവിടെ? കാണട്ടെ. രഘുവരൻ പൂമുഖവാതിലിൻ്റെ പൂട്ട് താക്കോലിട്ട് തുറന്നു. അവർ അകത്തേക്ക് കയറി. നീ വരണ്ട, ബെഡ്റൂമിൽ നിന്ന് ഞാൻ അവളെ പുറത്ത് കൊണ്ടുവരാം, ഗൗരീദാസൻ പറഞ്ഞു. അതു വേണ്ട, ഞാനും വരാം. ബെഡ്റൂമിൻ്റെ പൂട്ടും രഘുവരൻ തന്നെയാണ് തുറന്നത്. ജനാലയ്ക്കരികിൽ കൽപ്രതിമ പോലെ നിൽക്കുന്ന സ്ത്രീരൂപം അവൻ കണ്ടു. കീറിപ്പറഞ്ഞ അതേ വേഷത്തിൽ. ഭൈരവൻ സംശയത്തോടെ ഗൗരീദാസനെയും രഘുവരനെയും നോക്കി. പേടിക്കണ്ട, അവളെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്തിട്ട് പൂട്ടാൻ വേണ്ടി ഗുസ്തി പിടിച്ചതിൻ്റെ അടയാളങ്ങളാ അത്, രഘുവരൻ പറഞ്ഞു. കിടക്കയിലും ഫ്ലോറിലും ഉണങ്ങിയ ചോരപ്പാടുകൾ. ഭൈരവൻ ഗൗരീദാസൻ്റെ മുറിവ് പൊതിഞ്ഞ ബാൻഡേജുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു മീനാക്ഷി. രഘുവരനെയും ഗൗരീദാസനെയും ഭൈരവനെയും ഒന്നിച്ച് കണ്ടതോടെ അവൾക്കെല്ലാം മനസ്സിലായി. ഭൈരവനും ഗൗരീദാസനും കൂടി മീനാക്ഷിയുടെ അടുത്തേക്ക് നീങ്ങി. ഭയപരവശിയായ അവൾ രക്ഷപ്പെടാനൊരു പഴുതു തേടി അങ്ങിങ്ങ് നോക്കി. ഗൗരീദാസൻ പകയോടെ അവളോട് പറഞ്ഞു. ഇനി നീ രക്ഷപ്പെടാൻ നോക്കണ്ട. നിന്നെ കൂടെ കൊണ്ടുപോകാനാണ് ഭൈരവൻ വന്നിരിക്കുന്നത്. മീനാക്ഷി ഭിത്തിയിലൂടെ ചുമലുരസി ബാത്റൂമിൻ്റെ നേർക്ക് നീങ്ങി. വെറുതെ എതിർക്കണ്ട, ഗൗരീദാസൻ മുന്നറിയിപ്പ് നൽകി. ഇത് ഞങ്ങളെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഇതിനു വേണ്ടിയാ നിന്നെ പ്രിയമോളുടെ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റിയത് തന്നെ. അമ്മയും കൂടി സമ്മതിച്ചിട്ട് തന്നെയാണ് ഇത്. ഇല്ല ഇല്ല, അവൾ തല വെട്ടിച്ചു. മര്യാദയ്ക്ക് എൻ്റെ കൂടെ പോരുന്നതാ നിനക്ക് നല്ലത്. വെറുതെ ബഹളം ഉണ്ടാക്കണ്ട, ഭൈരവൻ പറഞ്ഞു. ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. ഭൈരവൻ അടുത്തെത്തും മുമ്പേ മീനാക്ഷി ഓടി ബാത്റൂമിൽ കയറി. പക്ഷേ ബാത്റൂമിൻ്റെ വാതിലടിച്ച് കൊളുത്തിടാനുള്ള സമയം അവൾക്ക് കിട്ടിയില്ല. ഭൈരവൻ വാതിൽ അകത്തേക്ക് ആഞ്ഞു തള്ളി. മീനാക്ഷി സർവ്വശക്തിയും എടുത്ത് തൻ്റെ തോളുകൊണ്ട് വാതിൽ തള്ളിപ്പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വിഫലമായി. ടൈൽസിട്ട തറയിലൂന്നിയ അവളുടെ പാദങ്ങൾ പിന്നോട്ട് തെന്നിപ്പോയിക്കൊണ്ടിരുന്നു. ഭൈരവൻ്റെ ബലപ്രയോഗത്തിൽ വാതിൽ ക്രമേണ തുറന്നു വന്നു. മീനാക്ഷി ഒന്ന് നിലവിളിച്ചു. ഭൈരവൻ ഉടൻ അവളുടെ വായ പൊത്തി. മറ്റേ കൈകൊണ്ട് അവളുടെ വയറിന് മീതെ ചുറ്റിപ്പിടിച്ച് പൊക്കിയെടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നു. മീനാക്ഷി കയ്യും കാലും ഇട്ട് അടിച്ച് പിടഞ്ഞ് കുതിറിക്കൊണ്ടിരുന്നു. ഭൈരവൻ്റെ പിടുത്തം പിന്നിൽ നിന്നായിരുന്നതിനാൽ അവൾക്ക് പ്രത്യാക്രമണം നടത്താനാവുമായിരുന്നില്ല. ഭൈരവൻ ഒരു കാളക്കൂറ്റിനെ പോലെ കരുത്തനുമായിരുന്നു. ഇവളുടെ കൈ രണ്ടും പിടിച്ച അടക്ക്, ഗൗരീദാസനോട് ഭൈരവൻ നിർദ്ദേശിച്ചു. ഗൗരീദാസൻ മുന്നോട്ട് വന്ന് അവളുടെ കൈ രണ്ടും പിടിച്ച് പിന്നോട്ട് വളച്ച് തമ്മിൽ പിണച്ചു വെച്ചു.
വാതുക്കൽ നോക്കി നിന്ന രഘുവരനോട് ഭൈരവൻ പറഞ്ഞു, ഒരു ടവൽ കൊടുക്ക്. ബാത്റൂമിലുണ്ട്. മീനാക്ഷിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന ഗൗരീദാസൻ പറഞ്ഞു. രഘുവരൻ കുളിമുറിയിൽ കയറി ബാത്ത് ടവൽ എടുത്തുകൊണ്ട് വന്നു. ഭൈരവൻ അത് വാങ്ങി മീനാക്ഷിയുടെ വായ മൂടാൻ ശ്രമിച്ചു. അവൾ നിലവിളിക്കാൻ വായ തുറന്നപ്പോൾ ടവലിൻ്റെ മധ്യഭാഗം അവളുടെ വായിലേക്ക് തള്ളി. അതിൻ്റെ രണ്ടറ്റവും പിന്നോട്ട് വലിച്ച് തലയ്ക്ക് പിറകിലായി വരിഞ്ഞ് മുറുക്കി കെട്ടി. അതിനുശേഷം അവളുടെ ധാവണി വലിച്ചു കീറി കൈകളും പിന്നോട്ട് ബന്ധിച്ചു. ഇനി നീ രക്ഷപ്പെട്, കാണട്ടെ, ഭൈരവൻ പല്ലിളിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരീദാസൻ അവളുടെ കയ്യിലെ പിടിവിട്ട് ഒരു വശത്തേക്ക് നീങ്ങി. ധാവണി ചീന്തിയെടുത്തതോടെ അനാവൃതമായ അവളുടെ വലതുമാറിലേക്ക് അയാൾ കാമവെറിയോടെ ഒന്ന് നോക്കി. ഭൈരവൻ മീനാക്ഷിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവളുടെ മുഖത്തിന് നേർക്ക് തൻ്റെ മുഖമടുപ്പിച്ച് പല്ല് കടിച്ച് ചീറി. നീ നിലവിളിക്കടി, നിന്നെ രക്ഷിക്കാൻ ആൾ വരട്ടെ. മീനാക്ഷിയുടെ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ ഉരുകി വീണുകൊണ്ടിരുന്നു. ഭൈരവൻ അവളുടെ കഴുത്തിലെ പിടിവിട്ടു. പോകാം, അയാൾ ഗൗരീദാസനോട് പറഞ്ഞു. പണം തന്നില്ല, രഘുവരൻ പറഞ്ഞു. അത് ഞാൻ മറന്നു. മൽപ്പിടുത്തത്തിനിടയിൽ താഴെ വീണ് കിടന്ന ഹാൻഡ് ബാഗ് ഭൈരവൻ കുനിഞ്ഞെടുത്തു. അതിൻ്റെ സിബ് വലിച്ചു തുറന്ന് നോട്ടുകെട്ടുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എണ്ണി നോക്ക്, അയാൾ രഘുവരനോട് പറഞ്ഞു. രഘുവരൻ നോട്ടുകെട്ടുകൾ പരിശോധിച്ചു. 500 രൂപയുടെ 2 കെട്ടുകൾ. തികച്ചുണ്ടല്ലോ അല്ലേ? നോട്ടുകെട്ടുകൾ കയ്യിലെടുത്തിട്ട് സംശയത്തോടെ അവർ ഭൈരവനെ നോക്കി. എണ്ണി നോക്കാൻ പറഞ്ഞില്ലേ? പുസ്തകത്താളുകൾ ഒറ്റയടിക്ക് ഓടിച്ച് മറയ്ക്കും പോലെ രഘുവരൻ നോട്ടുകെട്ടുകൾ പരിശോധിച്ചു. എണ്ണാനൊന്നും നേരമില്ല, പോകാം, ഗൗരീദാസൻ ധൃതി കൂട്ടി. രഘുവരൻ നോട്ടുകെട്ടുകൾ പാൻസിൻ്റെ 2 പോക്കറ്റുകളിലുമായി തിരുകി. മീനാക്ഷിയെ നടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോൾ അവൾ കാൽമുട്ടുകൾ നിലത്തിടിച്ച് താഴേക്കിരുന്നു. 4 കാലും മടക്കി വീഴുന്ന ചാവാലി പശുവിനെ കൊണ്ടുപോകുന്നവനാ ഭൈരവൻ. അയാൾ അവളുടെ കക്ഷത്തിലൂടെ കൈയിട്ട് ടൈൽസിട്ട ഫ്ലോറിലൂടെ അവളെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി. സിറ്റ് ഔട്ടിലെ ഹാളിലെ ലൈറ്റ് കെടുത്തിയേക്ക് ദാസേട്ട, രഘുവരൻ പറഞ്ഞു. ഗൗരീദാസൻ വേഗം മുമ്പേ പോയി ലൈറ്റുകൾ അണച്ചു. ഭൈരവൻ മീനാക്ഷിയെ വലിച്ചിഴിച്ച് സിറ്റ് ഔട്ടിൽ എത്തിച്ചതും ഒരു ഓട്ടോറിക്ഷ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി വന്നതും ഒന്നിച്ചായിരുന്നു. ഭൈരവൻ അടക്കം സകലരും ഞെട്ടിപ്പോയി. ഓട്ടോറിക്ഷയുടെ എൻജിൻ റേസ് ചെയ്തതോടെ അതിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് പാഞ്ഞ വെളിച്ചം സിറ്റ് ഔട്ടിലാകെ വ്യാപിച്ചു. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയ ഗോപിനാഥൻ സിറ്റ് ഔട്ടിലെ ദൃശ്യം കണ്ട് നടുങ്ങിത്തരിച്ചു നിന്നു. കരിമ്പോത്തിനെ പോലൊരുത്തൻ ഒരു പെൺകുട്ടിയെ നിലത്തുകൂടി വലിച്ചിഴച്ച് സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു. അവളുടെ കൈയും വായും ബന്ധിച്ചിരിക്കുന്നു. പിന്നിൽ ഗൗരീദാസനും രഘുവരനും പകച്ചു നിൽക്കുന്നു. ഹെഡ്ലൈറ്റ് അണയ്ക്കണ്ട, ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞിട്ട് ഗോപിനാഥൻ വേഗം സിറ്റ് ഔട്ടിന് നേർക്ക് ചെന്നു. പുറപ്പെടാൻ തയ്യാറായി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്ന നീല മാരുതി ഓമ്നി അയാളുടെ കണ്ണിൽപ്പെട്ടു. ഇടതുവശത്തെ സ്ലൈഡിംഗ് ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് 2 കരിങ്കൂറ്റന്മാർ എന്തിനും തയ്യാറായി നിൽക്കുന്നു. ഒരാൾ ഡ്രൈവിംഗ് സീറ്റിലുമുണ്ട്. ഗോപിനാഥൻ്റെ മനസ്സിലേക്ക് അനേകം ആപത്സംഖകൾ ഇരച്ച് കയറി. തലച്ചോറിൽ അപായമണി മുഴങ്ങി. ഉള്ളിലെ പതർച്ച പുറത്ത് കാണിക്കാതെ അയാൾ സിറ്റ് ഔട്ടിൽ ചെന്ന് കയറി. മീനാക്ഷിയാണ് ബന്ദിയാക്കി സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. രഘു, ദാസ, എന്തൊക്കെയാടാ ഇത്? അന്തം വിട്ട സ്വരത്തിൽ ഗോപിനാഥൻ ചോദിച്ചു. രഘുവരനും ഗൗരീദാസനും സ്തബ്ധരായി നിൽക്കുകയാണ്. ആരൊക്കെയാടാ ഇവന്മാര്? ഗോപിനാഥൻ ഭൈരവനെ നോക്കിയിട്ട് വീണ്ടും ചോദിച്ചു. രഘുവരൻ ഗൗരീദാസനെ നോക്കി. മരവിച്ചു പോയ പോലെയാണ് അയാളുടെ നിൽപ്പ്. ഇവനിവളെ കെട്ടിവലിച്ച് എങ്ങോട്ട് കൊണ്ടുപോകുക? പറയടാ. രഘുവരനു മറുപടിയില്ല. വിറ്റതാണോടാ പട്ടി ഇവളെ? ഗോപിനാഥൻ്റെ ഒച്ച ഉയർന്നു. ഇയാളാരാ? ഭൈരവൻ കൂസലില്ലാതെ രഘുവരനോട് ചോദിച്ചു. ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാമടാ. ആദ്യം അവളെ അഴിച്ചുവിടറാ. ഞാനിവളെ കൊണ്ടുപോകാനാ വന്നത്. കൊണ്ടുപോകും, ഭൈരവൻ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. നീ കൊണ്ടുപോകില്ലടാ നായിൻ്റെ മോനെ. ഗോപിനാഥൻ ഓടിച്ചെന്ന് മീനാക്ഷിയുടെ വായ മൂടിയ കെട്ടഴിക്കാൻ ശ്രമിച്ചു. തൊടരുത് അവളെ. ഭൈരവൻ അയാളുടെ കൈക്ക് കയറി പിടിച്ചു. ഗോപിനാഥൻ നിവർന്നു. കൈവീശി ഭൈരവൻ്റെ മുഖമടച്ച് ഒരടി അടിച്ചിട്ട് അയാൾ അമറി. അവളെ വിട്ടിട്ട് മാറിപ്പോടാ തെണ്ടി. ഭൈരവൻ വേച്ചുപോയി. അയാളുടെ പിടിവിട്ട് മീനാക്ഷി നിലത്ത് തോളടിച്ചു വീണു. ഭൈരവൻ വാനിനടുത്ത് നിന്നവരുടെ നേർക്ക് കൈഞ്ഞൊടിച്ചു. കാത്തുനിന്ന 2 മല്ലന്മാരും സിറ്റ് ഔട്ടിലേക്ക് ചാടിക്കയറി. ഗോപിനാഥൻ അവരെ നോക്കി. ഓഹോ, എന്നെ അടിച്ചു വീഴ്ത്തിയിട്ട് അവളെ കൊണ്ടുപോകാനാണോ? ഞാൻ ഒറ്റയ്ക്കല്ലടാ വന്നത്. ഓട്ടോയിൽ 2 പേര് കൂടി ഇരിപ്പുണ്ട്. ഓട്ടോ ഡ്രൈവറും കൂട്ടുകാരനും. ഞങ്ങളെ 3 പേരെയും കൊന്നിട്ടേ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കൂ. രഘുവരൻ പെട്ടെന്ന് മുന്നോട്ട് വന്നു. മാമൻ ഇതിൽ ഇടപെടരുത്. ഇത് ഞങ്ങളെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഒരമ്മ പെറ്റതല്ലെങ്കിലും നിന്റെ പെങ്ങളല്ലേടാ പട്ടി ഇവള്. ഇവളെ വിറ്റിട്ട് നീയൊക്കെ നാളെ എവിടെ പോയി ഒളിക്കുമടാ?
പോലീസ് സ്റ്റേഷനിലും കോടതിയിലും നിനക്ക് ഇനിയും കയറി ഇറങ്ങണോ? നിന്റെ അമ്മയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, മനസ്സിലായോ? രഘുവരൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. തങ്ങളുടെ രഹസ്യ പദ്ധതി പൊളിഞ്ഞുവെന്നും കുടുങ്ങിക്കഴിഞ്ഞുവെന്നും അവന് ഉറപ്പായി. അവൻ നിസ്സഹായതയോടെ രഘുവരനെ നോക്കി. എന്തു വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഇവനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഭൈരവൻ കൗസല്യയെ പറഞ്ഞു. ബലം പ്രയോഗിച്ച് മീനാക്ഷിയെ കൊണ്ടുപോകാനും ഭൈരവൻ തയ്യാറാണെന്ന് രഘുവരന് മനസ്സിലായി. ഭൈരവൻ അത് സാധിക്കും. പക്ഷേ മണിക്കൂറുകൾക്കകം വിവരം മാത്തൂർ വീട്ടിലെത്തും. അമ്മ അവിടെ വലിയ ബഹളമുണ്ടാക്കും. നാളെ നടക്കാനിരിക്കുന്ന വിവാഹം പോലും മുടങ്ങിയെന്ന് വരാം. അമ്മ പോലീസിൽ പരാതി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 100 ചിന്തകൾ രഘുവരൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ ഒരാശ്രയത്തിനായി ഗൗരിദാസനെ നോക്കി. അയാൾ ഒന്നും പറയാതെ തല കുനിച്ചു. എന്താ ദാസേട്ടാ ചെയ്യണ്ടേ? എനിക്കറിയില്ല, എല്ലാം പൊളിഞ്ഞില്ലേ? ഗൗരിദാസൻ പിറുപിറുത്തു. വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിക്ക് നിന്റെ ഏട്ടന്മാരോട്. രഘുവരൻ വീട്ടിനകത്തേക്ക് കയറാനൊരുങ്ങിയപ്പോൾ ഗോപിനാഥൻ തടഞ്ഞു. ഞാൻ തന്നെ ചോദിക്കാമെടാ, നിന്റെ അമ്മയെ തന്നെ വിളിച്ച് ചോദിക്കാം. രഘുവരൻ ഭയന്നുപോയി. വേണ്ട ഗോപിമാമ, ആരെയും വിളിക്കേണ്ട. നിനക്കറിയാം അല്ലേടാ, തന്തയ്ക്ക് പേർക്കായികയെ കാണിച്ചതെന്ന് നിനക്ക് ശരിക്കറിയാം അല്ലേടാ. എന്താ വേണ്ടതെന്ന് നീ തീരുമാനിച്ചോ? മീനാക്ഷിയെ ഇവൾക്ക് കൂട്ടിക്കൊടുക്കാനാ ഉദ്ദേശമെങ്കിൽ പറഞ്ഞു. ഒരക്ഷരം മിണ്ടാതെ ഞാൻ ആ ഓട്ടോയിൽ തിരിച്ചു പോയിക്കൊള്ളാം. പക്ഷേ ഒരു കാര്യം, മാത്തൂരേക്കാണ് ഞാൻ പോകുന്നത്, നിന്റെ അമ്മയുടെ അടുത്തേക്ക്. നീ പറഞ്ഞോ എന്ത് ചെയ്യണം? രഘുവരൻ ഭൈരവൻ്റെ അടുത്തേക്ക് നീങ്ങി. അവളെ വിട്ടേക്ക് അവൻ പറഞ്ഞു. എൻ്റെ പണം. ഭൈരവൻ കൈ നീട്ടി. തരാം. അവൻ ഗോപിനാഥൻ്റെ നേർക്കൊന്ന് പാളി നോക്കി. നാണക്കേടിൻ്റെ വിളർച്ച അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. പണമെടുക്ക്. ഭൈരവൻ്റെ ഒച്ച കനത്തു. ഒരു കള്ളനോട്ടത്തോടെ അവൻ പാൻസിൻ്റെ പോക്കറ്റുകളിൽ നിന്ന് നോട്ടുകെട്ടുകൾ എടുത്ത് ഭൈരവൻ്റെ നീട്ടിയ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഗോപിനാഥൻ അത് വിശ്വസിക്കാനായില്ല. താൻ ഊഹിച്ചതുപോലെ തന്നെ ഒരു കച്ചവടം നടന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്നയും വെറുപ്പും പുച്ഛവും കലർന്ന ഒരു നോട്ടം അയാളുടെ മുഖത്ത് രഘുവരൻ കണ്ടു. ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ, ഭൈരവൻ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. ബാക്കി കിട്ടാനുള്ള പണം ഭൈരവൻ ഉയിരോടെയുണ്ടെങ്കിൽ ഈടാക്കിയിരിക്കും. നിന്റെ അമ്മയോടും ചേട്ടന്മാരോടും പറഞ്ഞേക്ക്. രഘുവരൻ്റെ മുഖം താണു. ഗോപിനാഥൻ കുനിഞ്ഞിരുന്ന് മീനാക്ഷിയുടെ വായു മൂടിയ കെട്ടയച്ചു. കൈകളുടെ കെട്ടു അഴിച്ചു മാറ്റിയ ശേഷം അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മീനാക്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ ദേഹത്തേക്ക് വീണു. കരയണ്ട, ഞാൻ സമയത്ത് തന്നെ എത്തിയില്ലേ, സാരമില്ല. അയാൾ അവളുടെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വാ നമുക്ക് പോകാം. അയാൾ അവളുടെ കൈ പിടിച്ച് സിറ്റൗട്ടിൽ നിന്ന് ഇറക്കി. അവളുടെ കീറിയ ബ്ലൗസ് കണ്ട് ഗോപിനാഥൻ തൻ്റെ തോളിൽ കിടന്ന തൂവെള്ള തോർത്തെടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ അതുകൊണ്ട് തൻ്റെ ഉടൽ മൂടി പുതച്ചു. അവർ ഓട്ടോറിക്ഷയിൽ ചെന്ന് കയറി. ഓട്ടോ ഡ്രൈവർ റിക്ഷ മുറ്റത്തിട്ട് തിരിച്ചു. അത് ഗേറ്റ് കടന്ന് റോഡിലേക്ക് പോയി. ഭൈരവൻ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് കലി പൂണ്ട് രഘുവരനെ നോക്കി. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ബാക്കി പണം എന്ന് തരും? ദൈവത്തെ ഓർത്ത് നിങ്ങളിപ്പോൾ പോ. പോലീസ് വരുന്നതിന് മുമ്പ് പാലക്കാട് കടന്നു പോകാൻ നോക്ക്. മാമൻ ചിലപ്പോൾ രാത്രി തന്നെ പോലീസിൽ പരാതി കൊടുത്തെന്നിരിക്കും, രഘുവരൻ പറഞ്ഞു. ഭൈരവൻ അമർത്തി ഒന്ന് മൂളി. ഭൈരവൻ ഇനിയും വരും, കരുതിയിരുന്നു. അയാൾ ഇറങ്ങി മാരുതി വാനിൽ ചെന്ന് കയറി. അയാളുടെ കൂട്ടാളികളും കയറി. ഡോർ അടഞ്ഞു. വാൻ റോഡിലേക്ക് ഇരമ്പി കുതിച്ചു. നോക്കി നിൽക്കാതെ എത്രയും വേഗം വീട്ടിലേക്ക് വിവരം വിളിച്ച് പറയടാ, ഗൗരിദാസൻ രഘുവരനോട് പറഞ്ഞു. ദാസേട്ടൻ ഒരുത്തനാ ഇതിനെല്ലാം കാരണം. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് രഘുവരൻ മൂർച്ചയോടെ അയാളെ നോക്കിയിട്ട് അകത്തേക്ക് പോയി. ഇരിപ്പുമുറിയിൽ ലൈറ്റിട്ടു. ടെലിഫോൺ സ്റ്റാൻഡിനരികെ ചെന്ന് റിസീവർ എടുത്തു. ഇത് ചത്തു കിടക്കുവാണല്ലോ, അവൻ ഉറക്കെ പറഞ്ഞു. ജയ പ്ലഗ് ഊരിയിട്ടതായിരിക്കും. ഗൗരിദാസൻ മുറിയിലേക്ക് വന്ന് പറഞ്ഞു. ഫോണിൻ്റെ പ്ലഗ് ഊരി വെച്ചിരിക്കുന്നത് കണ്ട് അയാൾ തന്നെ അതെടുത്ത് സോക്കറ്റിൽ ഘടിപ്പിച്ചു. രഘുവരൻ മാത്തൂരേക്ക് ഡയൽ ചെയ്തു. കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഭംഗിയായി നടന്നോ എന്നറിയാൻ ഫോണിനരികെ തന്നെ ഇരിക്കുകയായിരുന്നു ശ്രീനിവാസൻ. ബെല്ലടിച്ച ഉടനെ അയാൾ റിസീവർ എടുത്തു. ഹലോ ശ്രീനിയേട്ടാ, ഇത് ഞാനാ രഘു. എന്തായടാ? ശ്രീനിവാസൻ ഉദ്യോഗഭരിതനായി. നമ്മുടെ പദ്ധതിയെല്ലാം പൊളിഞ്ഞു ശ്രീനിയേട്ടാ. വിലാപം പോലെ രഘുവിൻ്റെ സ്വരം കേട്ട് ശ്രീനിവാസൻ നടുങ്ങി. ഭൈരവൻ വന്നില്ലേ? വന്നു. എല്ലാം ഭംഗിയായി നടക്കുന്നതിനിടയിലാണ് ഗോപിമാമൻ്റെ വരവ്. അതും അവസാന നിമിഷം. രഘുവരൻ സംഭവം മുഴുവൻ വിവരിച്ചു. ശ്രീനിവാസൻ കുടുകുടെ വിയർത്തു. ചന്ദ്രബാബുവും ജയശ്രീയും ഗീതാമണിയും ഫോൺ സംഭാഷണത്തിന് കാതോർത്ത് അയാൾക്കരികെ നിൽപ്പുണ്ടായിരുന്നു. എടാ വെളിവ് കെട്ടവനെ, ശ്രീനിവാസൻ ഫോണിലൂടെ അമറി.
ആ നേരത്ത് നിനക്ക് ഈ ഫോണിൽ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോടാ മന്ദബുദ്ധി. ഗോപിമാമൻ സമ്മതിച്ചില്ല. അപ്പം തന്നെ ഫോൺ ചെയ്ത് അമ്മയെ അറിയിക്കുമെന്ന് പറഞ്ഞു. അറിയിച്ചാൽ എന്താടാ? എന്നിട്ട് ഇപ്പോഴറിയില്ലേ? ബലം പ്രയോഗിച്ചാണെങ്കിലും അവളെ കൊണ്ടുപോയിക്കോളാൻ ഭൈരവനോട് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോടാ ബുദ്ധികെട്ട പന്നി. കേസോ പോലീസോ എന്തു വന്നാലും ബാക്കി കാര്യം നോക്കാൻ ഞങ്ങളില്ലായിരുന്നോടാ. ശ്രീനിയേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് അതൊക്കെ പറയാം. ഇവിടെ ബാക്കിയുള്ളവർ നിന്ന് ഉരുകുകയായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിട്ട് നാളെ പ്രിയമോടെ കല്യാണം മുടങ്ങിയാൽ ശ്രീനിയേട്ടനടക്കം എല്ലാവരും കൂടെ എൻ്റെ തലയിലോട്ട് കയറും. എടാ, എന്തൊക്കെ സംഭവിച്ചാലും അമ്മ അവൾക്ക് വേണ്ടിയിട്ട് സ്വന്തം മോളുടെ കല്യാണം മുടങ്ങാൻ ഇടവരുത്തുമെന്ന് നീ കരുതുന്നുണ്ടോടാ കഴുതേ? എല്ലാം കഴിഞ്ഞില്ലേ ശ്രീനിയേട്ടാ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ ബുദ്ധിയിൽ നല്ലതെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. നിന്റെ ബുദ്ധി നിന്നെപ്പോലൊരു വകയ്ക്ക് കൊള്ളാത്തവനെ പറഞ്ഞയച്ച എന്നെ തൊഴിക്കണം. മറ്റേ കഴിവേറി എന്തിയേ ഇതിനൊക്കെ വഴിയൊപ്പിച്ച് വെച്ച മാന്യൻ? അവൻ്റെ തലയിലും കളിമണ്ണായിരുന്നോടാ. ദാസേട്ടൻ ഇവിടെ നിപ്പുണ്ട്. ഏട്ടൻ എന്തിനാ ചുമ്മാ ചൂടാകുന്നത്? ഭൈരവൻ അവളെ കൊണ്ടുപോയിരുന്നെങ്കിൽ ആരൊക്കെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറിയിറങ്ങേണ്ടി വന്നേനെ. ജയേച്ചി, ഇന്ദിര, രേഷ്മ, ഞാൻ, ഭൈരവൻ, ദാസേട്ടൻ. നിർത്തടാ പൊട്ടത്തലയാ. ഗോപിമാമൻ അവളെ കൊണ്ട് എങ്ങോട്ടാ പോയതെന്ന് അറിയാമോടാ? അറിയില്ല. ജീപ്പ് എടുത്തുകൊണ്ട് പുറകെ പോയി നോക്കേണ്ടതല്ലായിരുന്നോടാ? ഫോണും വെച്ചിട്ട് ഇറങ്ങി പോടാ മൂളയില്ലാത്തവനെ. ശ്രീനിവാസൻ റിസീവർ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ചുറ്റും നിൽക്കുന്നവരെ നോക്കി. എല്ലാം തകർന്ന് തരിപ്പണമായി. ഗോപിമാമൻ അവളെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോയിന്ന്. ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കും. ഏത് നാശം പിടിച്ച നേരത്താണോ ഇങ്ങനെയൊരു ബുദ്ധി തോന്നിയത്? ശ്രീനിവാസൻ സ്വയം തലക്കടിച്ചു. ശ്രീനിവാസനും അനുജന്മാരും കൂടി പെട്ടെന്നൊരു കൂടിയാലോചന നടത്തി. ഗോപിനാഥൻ മീനാക്ഷിയും കൂട്ടി ഈ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ എന്ത് വില കൊടുത്തു അത് തടയണം. എന്നാൽ ജാനകി അമ്മയ്ക്ക് ഒരു സംശയം തോന്നാതെയും ശ്രദ്ധിക്കണം. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ തല പുകഞ്ഞാലോചിച്ചു. തൽക്കാലം നിങ്ങൾ മാറി മാറി ഗേറ്റിനപ്പുറത്ത് പോയി നിൽക്കുക. ഗോപിമാമൻ വരുന്നത് കണ്ടാൽ അപ്പോഴേ തടഞ്ഞു നിർത്തണം. കൃഷ്ണകുമാരി നിർദ്ദേശിച്ചു. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വേണം, ഗീതാമണി പറഞ്ഞു. നീ ചെല്ലു ബാബു, ശ്രീനിവാസൻ നിർദ്ദേശിച്ചു. ചന്ദ്രബാബു ഗേറ്റിനടുത്ത് പോയി കാവൽ നിന്നു. ഇടയ്ക്ക് ആരെങ്കിലും അന്വേഷിക്കും. ബാബു ഇവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ ശ്രീനിവാസൻ ചെന്ന് ഗേറ്റിൽ നിൽക്കും. ചന്ദ്രബാബു അകത്തേക്ക് പോരും. ജാനകിയമ്മ ഇത് ശ്രദ്ധിച്ചു. ചന്ദ്രബാബുവും ശ്രീനിവാസനും അസ്വസ്ഥരും അക്ഷമരുമായിരുന്നു. ജയശ്രീയുടെയും കൃഷ്ണകുമാരിയുടെയും ഗീതാമണിയുടെയും മുഖത്തും ഒരു മുറുക്കം. സൂക്ഷിച്ചു നോക്കിയാൽ തിരിച്ചറിയാം. എന്തോ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീപ്പിൽ കയറി പുറത്തേക്ക് പോയ രഘുവരനും ഗൗരീദാസനും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പെട്ടെന്നൊരു ആപത്ശങ്ക തോന്നിയിട്ടാണ് ഗോപിനാഥനെ തൃപ്പാളൂരിലേക്ക് അയച്ചത്. അവിടെ എത്തി മീനാക്ഷിയെ കണ്ട ശേഷം തന്നെ ഫോണിൽ വിളിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതാണ്. ഇതുവരെ ഗോപിനാഥൻ്റെ വിളിയും വന്നില്ല. ഒരു തവണ അവർ ഗേറ്റിലേക്ക് ചെന്നു. അപ്പോൾ ശ്രീനിവാസനായിരുന്നു ഗേറ്റിൽ. നീ എന്തിനാ ശ്രീനി രാത്രിയിൽ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്നും ചോദ്യം കേട്ടും ശ്രീനിവാസൻ ഞെട്ടി. ആഹാ, അമ്മയായിരുന്നോ? ഞാൻ രഘുവിനെയും ദാസിനെ നോക്കി നിൽക്കുക. അവരെവിടെ പോയതാ? കൊല്ലങ്കോട് എന്തോ വാങ്ങാൻ പോയതാ. കൂട്ടിനവൻ ദാസനെയും വിളിച്ചുകൊണ്ട് പോയി. അവർ പാലക്കാട്ട് പോയെന്നാ ഇപ്പം എൻ്റെ സംശയം. രാത്രിയിൽ പാലക്കാട്ട് പോകുന്നത് എന്തിനാ? അവന് രാത്രിയെന്നോ പകലെന്നോ വല്ലതുമുണ്ടോ? അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഗോപിയെ ഒരിടത്തേക്ക് പറഞ്ഞയച്ചിരുന്നു. അവനെയും കാണാനില്ല. എങ്ങോട്ടെന്ന് ശ്രീനിവാസൻ ചോദിച്ചില്ല. അമ്മ കാണാതെ അയാൾ കടപ്പല്ല് ഞെരിച്ചു. ജാനകിയമ്മ വീട്ടിനുള്ളിലേക്ക് തിരിച്ചു പോന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവരുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ വന്നു. വീട്ടിലെ മുറികളിൽ എല്ലാ അതിഥികളാണ്. ജാനകിയമ്മ പിൻവാതിൽ തുറന്ന തെക്കേ മുറ്റത്തേക്കിറങ്ങി. അവർ മൊബൈൽ ഫോൺ കാതോട് ചേർത്തു. ഹലോ ചേച്ചി, ഞാനാ ഗോപിനാഥൻ. എന്തായി ഗോപി, മീനാക്ഷിയെ കണ്ടോ? മീനാക്ഷി ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഞാനൊരു ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ ജയമോളുടെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ചേച്ചി, ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരണം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. ആരോടും ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്യരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞതായി പോലും ഭാവിക്കരുത്. നാളെ പ്രിയമോളുടെ കല്യാണം ഭംഗിയായി നടക്കണം. നീ കാര്യം പറ ഗോപി. ജാനകിയമ്മ ഉദ്വിഗ്നയായി. ചേച്ചി എനിക്ക് വാക്ക് തരണം, എങ്കിലേ പറയൂ. സംഗതി താൻ വിചാരിച്ചതിനേക്കാൾ ഗുരുതരമാണെന്ന് ജാനകിയമ്മയ്ക്ക് മനസ്സിലായി. നീ എന്താ ഗോപി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ മോളുടെ കല്യാണക്കാര്യത്തിനിടയ്ക്ക് ഞാൻ കലമ്പുകൾ കൂട്ടുമോ?
ഇതൊക്കെ നീ എന്നോട് പ്രത്യേകം പറയണോ? നീ കാര്യം തുറന്നു പറ. ഗോപിനാഥൻ താൻ അറിഞ്ഞിടത്തോളം വിവരങ്ങൾ ഫോണിലൂടെ പറഞ്ഞു. മറയൂരിൽ നിന്നും ഭൈരവൻ എന്നൊരുത്തൻ 3-4 ഗുണ്ടകളെയും കൂട്ടി എത്തിയിരുന്നു. മീനാക്ഷിയെ ബലമായിട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോവാനായിരുന്നു അവരുടെ പരിപാടി. രഘുവരനും ഗൗരീദാസനും കൂടി ജീപ്പിൽ ഇവിടെ വന്ന് അവളെ പിടിച്ചു കെട്ടിക്കൊടുത്തു. അതിന് നല്ലൊരു തുക പ്രതിഫലവും വാങ്ങി. തക്ക സമയത്ത് തന്നെ ഞാൻ എത്തിയതുകൊണ്ട് അവരുടെ ഉദ്ദേശം നടന്നില്ല. കിട്ടിയ പണം രഘു ഭൈരവന് തിരിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു. മീനാക്ഷിയെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോരുകയാ ഞാൻ. ഇടയ്ക്കൊരു STD ബൂത്തിന് മുമ്പിൽ വണ്ടി നിർത്തി അവിടെ നിന്നാണ് വിളിക്കുന്നത്. ജാനകിയമ്മ സ്തംഭിച്ച് നിൽക്കുകയാണ്. താനറിയാതെ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മക്കളെല്ലാം ചേർന്നൊരു കള്ളക്കളിക്ക് മുതിർന്നിരിക്കുന്നു. ഏതാനും നിമിഷത്തേക്ക് ഒരു തളർച്ച അവരെ ബാധിച്ചു. ശ്രീനിയും ബാബുവും ഗേറ്റിൽ ഊഴമിട്ട് കാവൽ നിൽക്കുന്നതിൻ്റെ രഹസ്യം അവർക്ക് മനസ്സിലായി. എല്ലാവരുടെയും മുഖത്ത് കണ്ട ആപത്സംഖ്യയുടെയും അസ്വസ്ഥതയുടെയും അക്ഷമയുടെയും അർത്ഥവും അവർക്ക് പിടികിട്ടി. അത്യധികമായ കോപവും ദുഃഖവും നിരാശയും അവരെ വീർപ്പ് മുട്ടിച്ചു. എങ്ങനെ ധൈര്യം വന്നു തൻ്റെ മക്കൾക്ക് തനിക്കെതിരെ ഇത്രയും നീചമായൊരു കള്ളക്കരുനീക്കം നടത്താൻ? നോവൽ തുടരും.